നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ആക്സിലേറ്ററിൽ കാല് കൊടുക്കേണ്ടത്, ആ കാല് ഉപയോഗിച്ചൊരു വാഹനം നിർത്തുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ബ്രേക്കിൽ കാല് വെക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും വന്ന് സംശയം ചോദിച്ചു. ഇതുപോലെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആക്സിലേറ്ററിലും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ബ്രേക്കിലും കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം ജെർക്കിങ് ഉണ്ടാകുന്നുണ്ട്. കറക്റ്റ് എങ്ങനെയാണ് സ്മൂത്തായിട്ട് വാഹനത്തിൽ ഇരിക്കുന്നവരറിയാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ആ വേഗത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് കാല് വരുന്നുണ്ട്, വണ്ടി ഇരിക്കുന്നവർ അറിയുന്നു ജെർക്കിങ് ഉണ്ടാകുന്നു. അപ്പോൾ സ്മൂത്തായിട്ട് തന്നെ ബ്രേക്കിൽ കാല് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കും കറക്റ്റായിട്ട് ആക്സിലേറ്റർ കൊടുക്കാനും അതുപോലെ തന്നെ ബ്രേക്കിലും കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് വാഹനത്തിലിരിക്കുന്നവരെ അറിയിക്കാതെ സ്മൂത്തായിട്ട് ബ്രേക്ക് ചവിട്ടാനും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഇടത്തെ കാല് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. ഈ ഇടത്തെ കാല് എങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ ഈ ക്ലച്ചിന് വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു കാല് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ കാല് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ കാലിരിക്കുന്നത്. അല്ല ഒരു കാരണവശാലും നിങ്ങളുടെ ക്ലച്ചിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യമല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കാലിങ്ങനെ വെക്കരുത്. നമ്മുടെ അതേ സമയത്ത് നമ്മുടെ റൈറ്റ് കാല് നമുക്ക് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, ഈ ബ്രേക്കിനും ആക്സിലേറ്ററിനും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഈ റൈറ്റ് കാല് ഉപയോഗിച്ചാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു കാല് ഇവിടെ ഇരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ ആക്സിലേറ്റർ ഈ ഒരു കാലിലിരിക്കുന്നു, വേഗം ഒരു വണ്ടി ചവിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് ഇങ്ങോട്ട് വരാം. ഈ തുടക്കമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വരില്ല, പ്രയാസമാണ്. എന്ത് ചെയ്യും, ഈ കാല് വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ബ്രേക്കിംഗ് കൊണ്ട് ഇങ്ങനെ ചവിട്ടാൻ പറ്റുമോ, ഇത് കൊണ്ട് ചവിട്ടിയാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പലരും വന്ന് ചോദിച്ചു. അപ്പം ഈ ഒരു കാലം കൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം. പലരും വന്നിട്ട് ലെഫ്റ്റ് കാലം കൊണ്ട് ബ്രേക്ക് ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ലെഫ്റ്റ് കാലം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെറുതെ കാലിരിക്കുന്ന കൊണ്ട് നിങ്ങൾ ഈ ഒരു കാലം കൊണ്ട് ഉപയോഗിക്കരുത്. നമ്മുടെ ഈ ഒരു കാല് ഉപയോഗിച്ച് തന്നെ വേണം, അതായത് റൈറ്റ് കാല് ഉപയോഗിച്ച് തന്നെ വേണം എന്ത് ചെയ്യാൻ, ബ്രേക്കും ആക്സിലേറ്ററും ഉപയോഗിക്കാം. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും ആ വീഡിയോ കാണാത്തവരാണ് പിന്നെ വന്ന് ചോദിക്കുന്നത്, ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ കാല് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൈറ്റ് കാല് നമ്മുടെ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ കാല് ഈ ആക്സിലേറ്ററിലും ബ്രേക്കിലും ഉപയോഗിക്കാൻ. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ ബ്രേക്ക് ഉപയോഗിച്ചു കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യരുത്, എന്നിട്ട് ഇങ്ങനെ പൊക്കി എടുത്ത് വെച്ച് ചവിട്ടാൻ നിൽക്കരുത്. നമ്മുടെ ഉപ്പൂറ്റി ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കാല് എപ്പോഴും നമ്മുടെ എന്ത് ചെയ്യണം, ഇങ്ങനെ നമുക്ക് രണ്ടും കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ഏതെങ്കിലും സമയത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതായത് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ രണ്ടും കൊടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങുകയില്ല. അപ്പോൾ നമ്മുടെ കാല് എപ്പോഴും ഈ ഒരു നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങുന്നിടം വരെയും നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമ്മുടെ കാല് എങ്ങനെ ഇരിക്കേണ്ടത്, ഈ ഒരു രീതിയിൽ ഉപ്പൂറ്റി ഉറപ്പിച്ച് ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കാല് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാലും കൊണ്ട് നമ്മൾ ഈ ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആ കാല് നേരെ മേളിൽ കൊണ്ടുവന്നതിന് ശേഷം, ബ്രേക്കിനെ മേളിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ആക്സിലേറ്റർ കൊടുക്കുക. ഇപ്പോൾ ഈ ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ആക്സിലേറ്ററിന് പൊക്കി എന്ത് ചെയ്യുക, ഈ ഒരു രീതി തന്നെ വല്ല. നിങ്ങൾ ഈ ആക്സിലേറ്ററിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊക്കി ഇങ്ങനെ ബ്രേക്കിൽ ഉപയോഗിക്കരുത്. ഇങ്ങനെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടാറ്റ കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ആദ്യമേ എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ജോയിൻസിന് നല്ല വേദന ഉണ്ടാകും. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്പീഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ ഈ ഒരു സ്പീഡ് കിട്ടിയാലേ നമുക്ക് 6 ഗിയർ ഉണ്ടെങ്കിൽ 6 ഗിയറും 5 ഗിയർ ഉണ്ടെങ്കിൽ 5 ഗിയറും നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളൊക്കെ ഓർക്കും, നിങ്ങളെ തുടക്കമൊക്കെ ആണെന്ന് നമ്മൾ ഓർക്കും, എനിക്ക് ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 5 ഗിയർ ഇടാൻ പറ്റുന്നില്ലല്ലോ. ആ 5 ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്ത ഗിയർ ഇടാനോ അല്ലെങ്കിൽ ഡൗൺ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്പീഡ് കിട്ടാത്തതുകൊണ്ട് ആ ഒരു 3ാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ കൂടി വന്നാൽ 4ാമത്തെ വരെ പോകുന്നുള്ള കാരണം നിങ്ങൾക്ക് അതിനുള്ള സ്പീഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ആ സ്പീഡ്, അതായത് നമ്മുടെ കാലിൻ്റെയും കണ്ണിൻ്റെയും കൈയുടെയും സ്പീഡ് അനുസരിച്ച് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ചെയ്യാനും എല്ലാ ഗിയർ ഇടാനും പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് ആക്സിലേറ്ററും അതുപോലെ തന്നെ ബ്രേക്കും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ബ്രേക്കിലും ആക്സിലേറ്ററിനും കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അതിനായിട്ട് ഞാൻ ചെരുപ്പ് ഊരി കാണിച്ചു തരാം. നമ്മൾ ചെരുപ്പിട്ട് തന്നെ വേണം നമ്മളിത് ഡ്രൈവ് ചെയ്യാൻ. ഒരു കാരണവശാലും നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് ചെയ്യരുത്. കാരണം ചെരുപ്പില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചെരുപ്പില്ലാതാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചെരുപ്പില്ലാതിരുന്ന് നമ്മൾ ഈ ചെരുപ്പ് എന്ത് ചെയ്യും, നമ്മുടെ റണ്ണിങ്ങിനിടയിൽ ഇതിനിടയിലെല്ലാം കുരുങ്ങും. അതായത് ഈ ബ്രേക്കിനും ആക്സിലേറ്ററിനും ഇടയിൽ ഇതുപോലെ കുരുങ്ങിക്കഴിഞ്ഞാൽ
നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാനോ അതുപോലെ നമുക്ക് കാലെന്ത് ചെയ്യത്തില്ല, ഈ ഇതിരിക്കുന്നതുകൊണ്ട് ബ്രേക്ക് ചിലപ്പം നമുക്ക് പ്രസ് ആകണമെന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചെരുപ്പ് ഊരിക്കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ വേണം ഡ്രൈവ് ചെയ്യാൻ. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഊരിയതേ ഉള്ളൂ. നമ്മുടെ ആക്സിലേറ്ററിലും ബ്രേക്കിലും നമ്മൾ ചവിട്ടേണ്ടത് ഈ ഒരു ഭാഗത്ത് കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആക്സിലേറ്ററിലും ബ്രേക്കിലും കൊടുക്കാൻ. അല്ല ഒരു കാരണവശാലും വിരലും കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്സിലേറ്ററിലും ബ്രേക്കിലും ചവിട്ടരുത്. കാരണം നമുക്കൊരു പേപ്പർ 2 പേപ്പറോളം പ്ലേ ആണ് ഈ ആക്സിലേറ്ററിനും ബ്രേക്കിനും അതുപോലെ തന്നെ ക്ലച്ചിനുമുള്ളത്. അപ്പം നമ്മൾ ഈ വിരലും കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ താഴുന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, പക്ഷെ വണ്ടി നീങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, പേടിച്ചിരിക്കും. നിങ്ങൾ അങ്ങനെ വണ്ടി നീങ്ങാതെ വരുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നിങ്ങൾ ഒന്ന് താത്ത് കൊടുക്കും. പെട്ടെന്ന് താത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്ത് ചവിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു കഴുത്തിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാം, ആക്സിലേറ്റർ ചവിട്ടാൻ. അതേപോലെ തന്നെ ആ ഒരു കാലം കൊണ്ട് എന്ത് ചെയ്യാം, നേരെ ബ്രേക്കിൽ വരിക. കണ്ടില്ലേ, ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചവിട്ടാൻ. അല്ല ഒരു കാരണവശാലും നിങ്ങൾ വിരലും കൊണ്ട് ഇങ്ങനെ വെച്ച് ചവിട്ടരുത്. ഇങ്ങനെ ചിലർ പറയും ഇതുപോലെ ഒരു വിരലും കൊണ്ടൊക്കെ ചവിട്ടാൻ പറയാം. കാരണം ഒരു വിരലും കൊണ്ടൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് എത്രയും കൊടുക്കണം എന്നൊരു ഇത് കിട്ടത്തില്ല. നമുക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ബ്രേക്കിലും ആക്സിലേറ്റർ നിങ്ങൾക്ക് ചവിട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏത് റോഡാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു 3 പേപ്പർ അല്ലെ 4 പേപ്പറിൽ കൂടുതൽ നിങ്ങൾ ഈ ആക്സിലേറ്റർ കൊടുക്കരുത്. കാരണം നിങ്ങൾ ഇത്രയും ഉണ്ടല്ലോ ആക്സിലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചവിട്ടരുത്. കാരണം നമ്മൾ വെറുതെ ആക്സിലേറ്റർ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് നോർമലി പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് കറക്റ്റായിട്ട് നോർമൽ സ്പീഡും ഒരു 3 പേപ്പർ 4 പേപ്പറിൻ്റെ ആ ഒരു സ്പീഡേ ഉള്ളൂ. വെറുതെ ഡീസൽ നമുക്ക് കുറേ പോകുന്നു, അല്ല പെട്രോൾ കുറേ നമ്മൾ തീരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഒരു 3 പേപ്പർ 4 പേപ്പറിൽ കൂടുതൽ നമ്മൾ ഈ ആക്സിലേറ്റർ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. കാരണം ആ റോഡിനനുസരിച്ച് ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആ റോഡിനനുസരിച്ച് എന്ത് ചെയ്യും, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പീഡിൽ അങ്ങ് പൊക്കോളും. അപ്പോൾ ഒരു കാരണവശാലും ഒരു 4 പേപ്പറിൽ കൂടുതൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കരുത്. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ചവിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഇത്രയും ബ്രേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചവിട്ടരുത്. കാരണം ഈ ഒരു 3-4 പേപ്പർ ഇത് കണ്ടില്ല, ആ പ്ലേ ചെന്ന് താഴെ നിന്ന് മുട്ടിയാൽ മതി. ഈ പ്ലേ ചെന്ന് മുട്ടിയാൽ എന്ത് ചെയ്യും, കറക്റ്റ് നമുക്ക് ബ്രേക്ക് ആകും. അതാണ് കറക്റ്റ് സ്മൂത്തായിട്ട് ചവിട്ടാൻ പറ്റുന്നത്. അല്ല നമ്മളിങ്ങനെ കൂടുതൽ ഈ ബ്രേക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി ഇരുന്നവർക്ക് അത് നമുക്ക് ജെർക്കിങ് ഉണ്ടാകും. ആ വണ്ടി നമുക്ക് അറിയാൻ പറ്റും. ഈ ബ്രേക്ക് കൂടുതൽ ഉപയോഗിക്കുന്നവരോട് നമ്മുടെ വാഹനത്തിൽ ഇരുന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ ബ്രേക്ക് ഇങ്ങനെ പെട്ടെന്ന് കൂടുതലായിട്ട് പ്രസ് ചെയ്യുന്നവർ നമ്മൾ ജെർക്കിങ് ഉണ്ടാകും, നമ്മൾ മുന്നോട്ടായുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ കറക്റ്റ് സ്മൂത്തായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആ പ്ലേ ചെന്ന് മുട്ടിക്കുക. അതുപോലെ തന്നെ ആ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ആക്സിലേറ്ററും അതുപോലെ തന്നെ ഈ കുത്തി ഇങ്ങനെ കൊടുക്കുകയും ചെയ്യരുത്. കാരണം ഇങ്ങനെ ഒരു പേപ്പർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാം, ആക്സിലേറ്ററും കൊടുക്കാൻ. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ആക്സിലേറ്ററും ഇങ്ങനെ 3 പേപ്പർ അല്ല 4 പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യരുത്. സ്മൂത്തായിട്ട് 1, 2, 3 ഇങ്ങനെ പതിയെ താത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്രേക്കിലും ആ പ്ലേ ചെന്ന് മുട്ടുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതിനെ ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.